മീ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ആഗ്രയിലാണ്. അപ്പോൾ ആഗ്രയിൽ ആഗ്ര ഫോർട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആഗ്ര ഫോർട്ട് കണ്ടതിന് ശേഷം നമുക്ക് താജ്മഹൽ കാണണം. അപ്പോൾ നമ്മുടെ മുൻപുള്ള 5 വീഡിയോസ് രാജസ്ഥാനിലായിരുന്നു. അപ്പോൾ രാജസ്ഥാൻ്റെ ഗ്രാമക്കാഴ്ചകളും അവിടുത്തെ ജയ്പൂർ, ഉദയ്പൂർ എല്ലാം നമ്മൾ മുന്നുള്ള വീഡിയോകളിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഡൽഹിയിൽ വന്ന് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ നേരെ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്. ഡൽഹിയിൽ നിന്ന് ഏകദേശം 250ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ വരാൻ പറ്റും. അവിടെ നിന്ന് എല്ലാ ദിവസവും ബസ്സുണ്ട്, എപ്പോഴും ബസ്സുണ്ട്. നമ്മളെ ഓൾവ ബസ് പോലത്തെ ബസ്സുകളുണ്ട്, അല്ലാതെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ വന്നിട്ട് ആഗ്രയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലും ആഗ്ര ഫോർട്ടും പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഇപ്പോൾ നമ്മൾ ആഗ്ര ഫോർട്ട് കണ്ടതിന് ശേഷം നേരെ താജ്മഹലിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ താജ്മഹൽ കഴിഞ്ഞാൽ ആഗ്ര ഫോർട്ടാണ് ഇവിടെ നമുക്ക് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തപ്പെടുന്ന ഒരു സ്ഥലം. ആഗ്ര ഫോർട്ടിൻ്റെ മുന്നിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു വാതിലുണ്ട്. ആ വാതിലിൻ്റെ പേര് അമർസിംഗ് ഗേറ്റ് എന്നാണ്. അത് ഈ കാണുന്നതാണ് അമർസിംഗ് ഗേറ്റ്. ഈ ഗേറ്റ് കഴിഞ്ഞ് നമുക്ക് ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാൻ പറ്റുന്നത് കൊട്ടാരത്തിലേക്കാണ്. അപ്പോൾ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ നമുക്ക് ചുവന്ന ഒരു പരവതാനി വിരിച്ചതുപോലെയാണ് മൊത്തം തോന്നുന്നത്. കാരണം അതിൻ്റെ മതിലുകളും തറയും എല്ലാം ഒരു റെഡ് സ്റ്റോണാണ് ഫുള്ള്. അപ്പോൾ അതൊരു വലിയൊരു മനോഹരമായ ഒരു കാഴ്ചയാണ്. നമുക്ക് ഈ വീതിയുള്ള ഇടനാഴിയിലൂടെ നമ്മൾ നേരെ ചെല്ലുന്നത് ഈ മനോഹരമായ ഗാർഡനിങ് നിറഞ്ഞ ഒരു നടുമുറ്റത്താണ്. അവിടെ തന്നെ ഒരു വലിയ കൽത്തൊട്ടി ഫ്രണ്ടിൽ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്തൊരു കോട്ടയ്ക്കകത്ത് കയറുമ്പോൾ കൊട്ടാരത്തിലേക്കുള്ള എൻട്രൻസ് ആണ് കാണുന്നത്. പിന്നെ നമ്മൾ നേരെ കടക്കുന്നത് ഈ ഗാർഡനിങ് കഴിഞ്ഞ് അവിടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഈ കൊട്ടാരത്തിലേക്കാണ്. ഇതിൻ്റെ നിർമ്മിതി കൂടുതലും റെഡ് സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അക്ബർ ചക്രവർത്തി ജഹാംഗീർ മഹൽ എന്ന ഈ ആഗ്ര കോട്ട നിർമ്മിച്ചത് വളരെ ആ ഒരു കാലഘട്ടത്തിലെ ഒരു അത്ഭുതം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾക്ക് കാണുമ്പോൾ കാണാം. ഇതാണ് കൊട്ടാരത്തിനകത്തേക്കുള്ള പ്രവേശന കവാടം. അപ്പോൾ ഇവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ വളരെ ഒരു തണുത്ത അന്തരീക്ഷവും ഇതിനകത്ത് പല കോട്ടകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇസ്ലാമിക് ഹിന്ദു വാസ്തുശില്പ കലകളുടെ ഒരു സമന്വയിപ്പിക്കുന്ന രൂപമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതൊരു വലിയൊരു കാഴ്ച തന്നെയാണ്. ഈ കാഴ്ച നമ്മൾ താജ്മഹലിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ ആൾക്കാരും എല്ലാ സഞ്ചാരികളും ഇവിടെയും എത്തുന്നത് ഒരു സ്വാഭാവികമാണ്. ആ താജ്മഹലിലുള്ള അതേ ഒരു തിരക്ക് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ നല്ലൊരു തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കുറച്ച് വർക്ക് നടക്കുന്നു. ഇത് അടുത്തൊരു കോട്ട കഴിഞ്ഞ് അതിനകത്ത് ചെല്ലുമ്പോൾ വീണ്ടും ഒരു നടുമുറ്റം, അതിന് ചുറ്റും കോട്ടകൾ, വീണ്ടും ഒരു കൊട്ടാരം. ഇങ്ങനെയാണ് ഈ നമ്മുടെ ഈ ആഗ്ര ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത. ഇത് അന്നത്തെ ആ നിർമ്മിതി തന്നെ നമുക്കൊരു അതിശയിപ്പിക്കുന്ന രീതിയിലാണ്. ലോകമഹാത്ഭുതമായ നമ്മുടെ താജ്മഹലിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ടൂറിസ്റ്റ് സ്പോട്ട് കൂടെയാണ് നമ്മുടെ ഈ ആഗ്ര ഫോർട്ട്. ആഗ്ര നഗരത്തിലെ തന്നെ ഒരു ചരിത്ര കോട്ടയാണ് നമ്മുടെ ആഗ്ര കോട്ട. 1530 മുഗൾ ചക്രവർത്തി ഹുമയൂൺ ഈ കോട്ടയിൽ നിർമ്മാണം ആരംഭിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് മുഗൾ ചക്രവർത്തിയായ അക്ബർ 1565 മുതൽ പൂർത്തിയാക്കുകയും അതിൻ്റെ പണി പരിപൂർണമായി പൂർത്തിയാക്കുകയും ഇന്ന് കാണുന്ന ഈ രൂപത്തിലുള്ള വളരെ മനോഹരമായ നമ്മുടെ ആഗ്ര ഫോർട്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തത് അക്ബർ ചക്രവർത്തിയാണ്. പിന്നീടുള്ള 100-ൽ പരം വർഷങ്ങൾ പിന്നെ നമ്മുടെ ഈ മുഗൾ ഭരണാധികാരികളുടെ പ്രധാന വസതിയായിരുന്നു ഇവിടെ ഈ നമ്മുടെ ആഗ്ര ഫോർട്ട്. നമുക്ക് ഇതുവഴി നോക്കിക്കഴിഞ്ഞാൽ താജ്മഹലിൻ്റെ വിവിധ ദൃശ്യങ്ങൾ പല സൈഡുകളും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് പല വാതിലുകളിലൂടെ നോക്കിയാലും താജ്മഹൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണ രീതി. ഇതൊരു വെണ്ണക്കൽ മാർബിൾ നമ്മൾ തീർത്ത ഒരു മനോഹരമായ ഒരു കോട്ടയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടതെല്ലാം റെഡ് സ്റ്റോൺ ആണെങ്കിൽ ഇതിനകത്ത് ഇത്രയും ഒരു ഭാഗം നമുക്ക് വളരെ മനോഹരമായി വെള്ളക്കല്ലുകൾ കൊണ്ട് തീർത്ത ഒരു കോട്ടയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. നടുക്ക് തന്നെ ഒരു നടുമുറ്റവും അതിൽ കുറേ ഗാർഡനിങ്ങും വളരെ മനോഹരമായി അതൊക്കെ ഷേപ്പൊക്കെ ചെയ്ത ഒരു അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഈ വൈറ്റ് മാർബിളിൽ തീർത്ത ഒരു വലിയൊരു കോട്ട. ഇതും ഇതിനകത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാം ഈ ഒരു കൊട്ടാര വളപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന വൈറ്റ് മാർബിൾ തീർത്ത ഒരു കൽമണ്ഡപം, ഇത് ഇതിനെ നമുക്ക് ഡാൻസിങ് കോർട്ടാണെന്നും വിളിക്കുന്നുണ്ട്. അതായത് നർത്തകിമാർ നൃത്തം ചെയ്യുന്ന
ഒരു സ്ഥലമാണ് ഇവിടം. ഇതിനകവും അതിൻ്റെ ചുറ്റുമാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഈ വെള്ളക്കല്ലിൽ തീർത്ത തന്നെ വീണ്ടും ഒരു കൊട്ടാരത്തിനകത്തോട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനകത്ത് മൊത്തം നമുക്ക് കൊത്തുപണികളാണ് കാണാൻ പറ്റുന്നത്. പല രൂപങ്ങളും പല രീതിയിലും ഒക്കെ ചെയ്തിട്ടുള്ള കൊത്തുപണികളാണ്. വളരെ വ്യത്യസ്തമായ അതായത് ഇതെല്ലാം ഈ മാർബിൾ കല്ലിൽ തന്നെ, നമ്മളീ കാണുന്ന മാർബിൾ കല്ലിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മതിലുകൾ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഡിവൈഡർ പോലെ വെച്ചിട്ടുണ്ട്. അതും എല്ലാം മാർബിളിൽ തന്നെയാണ്. വളരെ നല്ലൊരു കനമുള്ള 4 ഇഞ്ചും 5 ഇഞ്ചും കനമുള്ള മാർബിൾ പീസ് പിറക്കി അടുക്കിയാണ് ഈ മതിലുകൾ നമ്മളിപ്പോൾ കണ്ടത് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ടും വെള്ളക്കല്ലിൽ തീർത്ത ഒരു കൊട്ടാരം എന്നാണ് ഇതിനകത്തോട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് തന്നെ നമ്മൾ ഇത്രയും നേരത്തെ കണ്ട റെഡ് സ്റ്റോണിൻ്റെ നിന്ന് മാറ്റി ഒരു വ്യത്യസ്തമായ ഒരു ഭംഗിയാണ് ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. മുഴുവനായും വൈറ്റ് സ്റ്റോണിൽ തീർത്ത ഒരു മീന മസ്ജിദ് എന്ന് പറഞ്ഞൊരു മസ്ജിദാണിത്. ഇത് ഷാജഹാൻ ചക്രവർത്തിയുടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു മസ്ജിദാണ്. ഇത് മുഴുവനായും മാർബിളിലാണ് തീർത്തിരിക്കുന്നത്. ഇത് നമ്മളെ വീണ്ടും ഒരു നടുമുറ്റവും ഒരു ഗാർഡനിങ്ങും ഒരു കൊട്ടാരമാണ്. ഇതിനകത്ത് നമുക്ക് നിരവധി, അതായത് ഒരു കോട്ടയിൽ നിന്ന് അടുത്ത കോട്ടയിൽ പോകുമ്പോൾ ഒരു നടുമുറ്റം, അവിടെ നിന്ന് കുറേ കൊട്ടാര സമുച്ചയം, ഇങ്ങനെ മുഴുവനും കൊട്ടാരങ്ങളും നടുമുറ്റവും ഗാർഡനിങ്ങും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോർണറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും താജ്മഹലിൻ്റെ ദൃശ്യം കാണാൻ കഴിയും. ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് നമ്മുടെ ആഗ്ര ഫോർട്ട്. നമ്മൾ ഈ ആഗ്ര ഫോർട്ട് കണ്ടിട്ട് നമ്മൾ നേരെ താജ്മഹലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളിവിടെ കണ്ട് മുഴുവനായി തീർന്നില്ല. നമ്മൾ വളരെ സ്പീഡിൽ നടന്നെങ്കിൽ ഇതേ ഇങ്ങനെ കോട്ട, അതാണ് അതിൻ്റെ മുൻവശം. നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന മെയിൻ റോഡാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കൊട്ടാരം വളരെ വിശാലമായി കിടക്കുകയാണ്. ഇത് നമുക്ക് ഒരു ദിവസം മുഴുവനും നിന്ന് കറങ്ങിയാൽ മാത്രമേ ഈ കൊട്ടാരത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും കണ്ട് തീരാൻ പറ്റൂ. നമുക്ക് അത്യാവശ്യം പോകുന്ന പല വഴികളും നമ്മൾ മാറ്റി, അല്ലെങ്കിൽ പല വഴികളും പോകാതെ നമ്മൾ തിരിച്ച് ഒക്കെ ഇറങ്ങിയൊക്കെയാണ് നമ്മൾ പോയത്. എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ പുറത്തിറങ്ങി വരാൻ പറ്റൂ സമയത്തിന്. അല്ലെങ്കിൽ നമുക്ക് കാണണമെങ്കിൽ ഏകദേശം ഒരു ദിവസം വേണ്ടി വരും. അത്രയ്ക്ക് വലിയൊരു കൊട്ടാര സമുച്ചയമാണ് നമ്മുടെ ഈ ആഗ്ര ഫോർട്ട്. വളരെ മനോഹരമായ ഒരു നിർമ്മിതി തന്നെയാണ് ആഗ്ര ഫോർട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി താജ്മഹലിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നേരെ താജ്മഹലിലോട്ട്. അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ മുന്നിലെത്തി. നമ്മുടെ ആഗ്ര ഫോർട്ടിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ മാത്രമേ പിന്നെ താജ്മഹലിനുള്ളൂ. സാധാരണ എല്ലാവരും താജ്മഹലിൽ പോയിട്ടാണ് നമ്മൾ നേരെ ഈ ആഗ്ര ഫോർട്ടിലോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ നേരെ തിരിച്ചാണ്. ആഗ്ര ഫോർട്ട് വഴി വന്നതുകൊണ്ട് അവിടെ ഇറങ്ങി അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ താജ്മഹലിലോട്ട് വരികയായിരുന്നു. ഇത് നമ്മുടെ താജ്മഹലിൻ്റെ മുന്നിൽ കാണുന്ന ഇതും ഒരു കോട്ട പോലെ തന്നെയാണ്. അതിൻ്റെ മുന്നിലുള്ളത് ഈ കോട്ട 2 സ്റ്റെപ്പ് കോട്ട കടന്ന് വേണം നമുക്ക് താജ്മഹലിലോട്ട് കയറാൻ. അപ്പോൾ അതിൻ്റെ പ്രവേശന കവാടത്തിലൂടെയുള്ള നമ്മുടെ നടത്തയാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായി തന്നെ ഇവിടെയും ഗാർഡനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിൻ്റെ ചരിത്ര പ്രാധാന്യവും എല്ലാവർക്കും അറിയാം. താജ്മഹലിൻ്റെ ഒരു ഇന്ത്യക്കാരൻ വളരെ അഭിമാനത്തോടെ എവിടെയും നമുക്ക് തല ഉയർത്തി പറയാൻ പറ്റുന്ന
അത്ഭുതങ്ങളിൽ ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ താജ്മഹൽ. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ മെയിൻ ഗേറ്റാണിത്, അതായത് മെയിൻ എൻട്രൻസ് ആണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഏകദേശം 3/4 കിലോമീറ്ററോളം വീണ്ടും നടക്കണം. അങ്ങനെ നടന്ന് നമ്മൾ വരുന്നത് ഈ ഒരു കോട്ടയ്ക്കകത്താണ്. ഈ കോട്ടയ്ക്കകത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയാണ്. ഏത് ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്താലും ഒരു വെളിച്ചം പോലെ മാത്രമേ ആ വാതിലിൻ്റെ അവിടെ നമുക്ക് കാണാൻ കഴിയൂ. അത് കഴിഞ്ഞ് ആ ഒരു വാതിലിൻ്റെ അവിടെ പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ക്യാമറയിലൊന്നും നമുക്ക് കിട്ടില്ല. ഇതേപോലൊരു വൈറ്റ് ലൈറ്റ് മാത്രമേ ഏത് ക്യാമറയിലും മൊബൈലിൽ എന്തിലെടുത്താലും നമുക്ക് ഈ ഒരു അനുഭവമാണ്. എന്നിട്ട് നമ്മൾ നേരെ കയറുമ്പോൾ കാണുന്ന താജ്മഹൽ ഇതാണ് ഇവിടുത്തെ ഒരു ദൃശ്യ ഒരു പ്രധാനം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം താജ്മഹലിൻ്റെ അടുത്ത് വീണ്ടും എത്താൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടക്കണം. ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ആ ഒരു ദൂരം ഫീൽ ചെയ്യുന്നില്ലെങ്കിലും അത്രയും ദൂരെയാണ് അത് നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു മുഴുവൻ ഭംഗി നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ ആസ്വദിക്കാനും പറ്റൂ. അടുത്തോട്ട് പോകും തോറും ആ ഫോട്ടോയ്ക്കൊന്നും താജ്മഹൽ മുഴുവനായി കിട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോട്ടോ പോയിൻറ്റും ഫോട്ടോയ്ക്ക് നിൽക്കുന്ന സ്ഥലവും നമുക്കിവിടെ തന്നെയാണ്, ഈ കാണുന്ന സ്ഥലം തന്നെയാണ്. അവിടെ തന്നെ അതിന് ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു സ്ഥലം കെട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈ നമ്മൾ ഈ നടുക്ക് കിടക്കുന്ന ആ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉള്ളൊരു സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നടുക്കായിട്ട് വീണ്ടും ഒരു ഫോട്ടോ പോയിൻറ്റ് അവർ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വളരെ മനോഹരമായ ഫോട്ടോസ് നമുക്ക് താജ്മഹലിൻ്റെ കിട്ടും. താജ്മഹലിലോട്ട് കയറി വന്ന കോട്ടയുടെ അകവശമാണ് ഈ കാണുന്നത്. വളരെ ഭീമാകരമായ ഒരു കോട്ടയാണ് ഈ നമ്മുടെ താജ്മഹലിൻ്റെ പ്രവേശന കവാടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ താജ്മഹലിൻ്റെ അടുത്തേക്ക് നീങ്ങാം. അപ്പോൾ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ നമ്മുടെ താജ്മഹലിൻ്റെ അടുത്തേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അതൊരു വളരെ ഒരു മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഇടാൻ കഴിയുന്നത്. അത് നമ്മൾ അടുത്തോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. വളരെ ഒരു എന്താ പറയുക, വളരെ തിക്കും തിരക്കുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ ഈ താജ്മഹൽ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ഫോട്ടോ പോയിൻ്റ് ഇവിടെയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാനും ഒക്കെ കഴിയും. ഈ കാണുന്നത് പോലെ നമുക്ക് വേറെ തടസ്സങ്ങളില്ലാതെ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്നത്. ഇതിൻ്റെ ആ 2 സൈഡും വച്ചിരിക്കുന്ന ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. വളരെ ഭംഗിയുള്ള ഒരു ഗാർഡനിങ് ആണ് ഇവിടെ നമുക്ക് താജ്മഹലിൻ്റെ മുൻപിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വന്നിട്ട് നമുക്ക് ഇതിനകത്ത് കയറണമെങ്കിൽ വീണ്ടും നമുക്ക് ടിക്കറ്റ് എടുത്താൽ മാത്രമേ അകത്ത് ഉള്ള പ്രവേശനമുള്ളൂ. കാരണം ഞാൻ ഇതിന് മുന്നേ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. താജ്മഹൽ അകത്തും പ്രവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അകത്തുള്ള ടിക്കറ്റ് എടുത്തില്ല. അപ്പോൾ നമുക്ക് നേരെ താജ്മഹലിൻ്റെ അടുത്തോട്ട് പോയി ദൃശ്യങ്ങൾ പകർത്താം. അവിടെ പോകുമ്പോൾ നമുക്ക് വഴിയിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല ആ പരിസരത്തോട്ട്. അപ്പോൾ ചെരുപ്പ് നമ്മളെല്ലാം ആ ഒരു മുൻപിൽ അവിടെ ഇട്ടിട്ട് അവിടെ നമ്മൾ തന്നെയല്ല നമ്മുടെ വെറും കാലും അവിടെ ചവിട്ടാൻ അവരനുവദിക്കില്ല. അപ്പോൾ അതും നമുക്കൊരു ഷോക്സ് പോലത്തെ ഒരു ക്ലോത്തിലെ ഒരു സംഭവം അതവിടെ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. ഒരു സെറ്റ് 5 രൂപയും 10 രൂപ 15 രൂപയൊക്കെ ഉള്ളൂ. അത് എല്ലാ ടൂറിസ്റ്റുകൾക്കും അവർ കൊടുക്കാറുണ്ട്. അത് അവിടെ എല്ലാവരും വെച്ചുകൊണ്ട് നിൽക്കും മേടിക്കാൻ. അത് മേടിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ പരിസരത്തെല്ലാം കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കയറണമെങ്കിൽ എല്ലാം ആ ഒരു നമ്മുടെ പാദരക്ഷകൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് വശത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ യമുന നദി ഈ താജ്മഹലിനോട് ചേർന്ന് ഒഴുകുന്നത് നമുക്ക് കാണാം. അവിടെ വളരെ മനോഹരമായ ഒരു ദൃശ്യമാണത്. നമ്മൾ ഈ കാണുന്നതാണ് താജ്മഹലിനോട് ചേർന്ന് വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന നമ്മുടെ യമുന നദിയാണ്. നമ്മളിന്ന് താജ്മഹലും ആഗ്ര ഫോർട്ടുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദേശത്ത് നിന്ന് ഇന്ത്യയിൽ വരുന്ന ഒരു വിദേശ ടൂറിസ്റ്റ് കൃത്യമായും ഇന്ത്യയിൽ വന്ന് കാണുന്ന 2 സ്പോട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ താജ്മഹലും ആഗ്ര ഫോർട്ടും. നമ്മളിപ്പോൾ ഈ താജ്മഹലിൻ്റെ കാഴ്ചകൾ കണ്ട് ഏകദേശം നമ്മൾ അകത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ പുറത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ ഇറങ്ങുകയാണ്.
നേരെ ഇറങ്ങി നേരെ ഡൽഹിയിലോട്ട് പോവുകയാണ്. ഇന്ന് തന്നെ ഡൽഹിയിലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടുതൽ യാത്രാവിശേഷങ്ങൾ കാണുവാനും ആസ്വദിക്കാനും വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.